ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ സരസ്വത്യേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. മുപ്പത്തേഴാമത്തെ ശ്ലോകം. വിശുദ്ധൗ തേ ശുദ്ധസ്ഫടികവിശദം വ്യോമജനകം ശിവം സേവേ ദേവീമഭി ശിവസമാനം വ്യവസിതാം യയോ കാന്ത്യായാന്ത്യാൻ ശശികിരണസാരൂപ്യ സരണേർ വിദൂതാന്തർദ്വാന്താ വിലസതി ചകോരീവ ജഗതി. പദച്ഛേദം ചെയ്യാം. വിശുദ്ധൗ തേ ശുദ്ധസ്ഫടിക വിശദം വ്യോമജനകം ശിവം സേവേ ദേവീം അപി ശിവസമാനവ്യവസിതാം യയോഃ കാന്ത്യാ യാന്ത്യാഃ ശശി കിരണസാരൂപ്യസരണേഃ വിദൂതാന്തർദ്വാന്താ വിലസതി ചകോരീവ ജഗതി. പദ അർത്ഥം പറയാം. തേ ഭഗവതി നിന്തിരുവടിയുടെ വിശുദ്ധോ വിശുദ്ധി ചക്രത്തിൽ ശുദ്ധസ്ഫടിക വിശദം നിർമ്മലമായ സ്ഫടികം പോലെ വിശദനായി വ്യോമജനകം ആകാശതത്വത്തെ ഉത്പാദിപ്പിക്കുന്നവനായ ശിവം പരമശിവനെ നമ്മൾ മുമ്പേ പറഞ്ഞു. 36 ശ്ലോകം മുതൽ 6 ശ്ലോകം വരെ പരമശിവനെ പറ്റി കൂടുതലും പറയുന്നതാണ് എന്ന്. അപ്പോൾ ഇവിടെ വ്യോമജനകം ആകാശതത്വത്തെ ഉത്പാദിപ്പിക്കുന്നവനായ ശിവം പരമശിവനെയും ശിവസമാന വ്യവസിതാം ശിവനോട് തുല്യമായ പ്രയത്നത്തോടു കൂടിയ ദേവിയെയും അഹം സേവേ ഞാൻ സേവിക്കുന്നു. യയോഹോ യാതൊരു പരമശിവനിൽ നിന്നും പരമേശ്വരിയിൽ നിന്നും യാന്ത്യ പുറപ്പെട്ടു വ്യാപിക്കുന്നതായ ശശികിരണ സാരൂപ്യ സരണേഹെ ചന്ദ്രകിരണങ്ങളോട് സമാനമായ കാന്തി നിമിത്തം വിദൂതാന്തർദ്വാന്ത നശിപ്പിക്കപ്പെട്ട അജ്ഞാന അന്ധകാരത്തോടു കൂടിയ ജഗതി ത്രൈലോക്യം. നമ്മൾ 14 ലോകത്തെയും 3 ലോകങ്ങളായിട്ടാണ് നമ്മൾ പൊതുവെ പറയാറ്. അങ്ങനെ ചകോരി ഇവ ചകോരപ്പേട എന്ന പോലെ വിലസതി ശോഭിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് ചകോരി ഇവ ചകോരപ്പേട പോലെ എന്ന് പറയാൻ കാരണം ജഗതി ത്രിലോകി അതായത് 3 ലോകങ്ങൾ യാതൊരു പ്രകാരം ചകോരപക്ഷി ചന്ദ്രികാപാനം കൊണ്ട് അതായത് ചന്ദ്രൻ്റെ നിലാവത്ത് ചന്ദ്രികാപാനം കൊണ്ട് ചന്ദ്രൻ്റെ നിലാവെളിച്ചം കൊണ്ട് അത് പാനം ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ അതിൽ വിഹരിച്ചിട്ട് സന്തുഷ്ട അന്ധക്കരണയായി ഭവിക്കുന്നുവോ ചകോരപക്ഷി, അതുപോലെ ശിവദമ്പതികളുടെ ചന്ദ്രികാ സദൃശമായ പ്രഭയാൽ ശിവനും ശിവപത്നിയായ ശിവദമ്പതികളുടെ ചന്ദ്രികാ സദൃശമായ പ്രഭയാൽ സാധകന്മാർ നമ്മെപ്പോലുള്ള സാധകന്മാർ അജ്ഞാനം നശിച്ചവരായിട്ട് കൂടുതൽ നമ്മൾ ഉപാസിച്ചാൽ അജ്ഞാനം നശിച്ചവരായിട്ട് സന്തുഷ്ടമായ അന്തരംഗത്തോടു കൂടിയവരായി ഭവിക്കുന്നു എന്ന്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അന്ധകരണത്തിൽ ഉണ്ടായ അന്ധകാരം, അതായത് അന്ധകാരം നീങ്ങിയാലും മാത്രമേ ജ്ഞാനം ഉദിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ആ ജ്ഞാനം ഉദിച്ച അപ്പോൾ ഈ ചന്ദ്രൻ്റെ പ്രഭ കൊണ്ട് ചകോരപക്ഷി എങ്ങനെ
ആനന്ദിക്കുന്നുവോ അതുപോലെ നമ്മുടെ ഈ ശിവശക്തിയുടെ പ്രഭ കൊണ്ട്, ശിവദമ്പതികളുടെ ചന്ദ്രികാ സദൃശമായ പ്രഭയാൽ സാധകന്മാർ അജ്ഞാനം നശിച്ചവരായിട്ട് സന്തുഷ്ടമായ അന്തരംഗത്തോടു കൂടിയവരായിട്ട് ഭവിക്കുന്നു എന്നാണ് അർത്ഥം. സാരം പറയാം. അല്ലയോ ഭഗവതി, നിന്തിരുവടിയുടെ വിശുദ്ധി ചക്രത്തിൽ ശുദ്ധ സ്ഫടികം പോലെ നിർമ്മലനായും ആകാശതത്വത്തിൻ്റെ ഉൽപാദകനായും ഇരിക്കുന്ന പരമശിവനെയും ശിവനോട് തുല്യമായ വ്യവസായത്തോടു കൂടിയിരിക്കുന്ന ദേവിയെയും ഞാൻ വന്ദിക്കുന്നു. ശിവനെയും ശിവപത്നിയെയും ഞാൻ വന്ദിക്കുന്നു. ശിവശക്തി എന്നല്ലേ പറയാം, പാതി ഭഗവതി തന്നെയാണ് എന്ന് പറയാം. യാതൊരു ശിവദമ്പതികളിൽ നിന്ന് പുറപ്പെട്ടു വ്യാപിക്കുന്നതായും ചന്ദ്രകിരണ സാരൂപ്യത്തെ വഹിക്കുന്നതായുമിരിക്കുന്ന കാന്തി നിമിത്തം നശിക്കപ്പെട്ടതായ അന്ധകാരത്തോടു കൂടിയ ലോകം ചകോരപ്പേട എന്ന പോലെ ഉല്ലാസത്തെ പ്രാപിക്കുന്നു. ചന്ദ്രൻ്റെ കിരണം ഉണ്ടാവുമ്പോൾ ചകോരപ്പേട എങ്ങനെ ഉല്ലസിക്കുന്നു, അതുപോലെ അന്ധകരണത്തിലെ അന്ധകാരങ്ങളെല്ലാം നീങ്ങിയാൽ സാധകന്മാരും സന്തോഷം കൊണ്ട്, അതായത് ആനന്ദം കൊണ്ട് അവരും ഉല്ലസിക്കുന്നു എന്ന് ഇവിടെ താല്പര്യം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേൻ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.